പ്രീത, ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിലെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ രോഗികൾക്ക് ഓപ്പറേഷന് ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടെൻ്റെ അതൊരു പഴയ കഥയാണ്. അതിനനുബന്ധമായിട്ട് നമ്മുടെ ഭരണാധികാരി, നമ്മുടെ മുഖ്യമന്ത്രി സർക്കാരിനെതിരെ വിമർശിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഒരു കാര്യം വേണമെങ്കിൽ പറയാം. ഒരു ഭരണ വ്യവസ്ഥിതിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എങ്കിലും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒരു ചെറിയൊരു താങ്ങൽ അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യവസ്ഥിതിക്ക് പറ്റിയ തെറ്റാണ് എന്നൊരു സമ്മതിക്കൽ ഒരു അനുബന്ധ വാചകമായിട്ടെങ്കിലും അദ്ദേഹം കൊടുക്കേണ്ടതായിരുന്നു. എന്തു പറയും? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. കാരണം അദ്ദേഹം കയറി ഇറങ്ങാവുന്നിടത്തെല്ലാം കയറിറങ്ങി, അപേക്ഷ കൊടുക്കാവുന്നിടത്തെല്ലാം അപേക്ഷ കൊടുത്തു, കാണേണ്ടവരെ എല്ലാം കണ്ടു. അവസാനമാകുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞതിനെതിരെ ഈ രണ്ട് പക്ഷത്തു നിന്നും പറയുന്നതിനോട് യോജിപ്പില്ല. അദ്ദേഹം ചെയ്തത് നല്ല കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരുപാട് പേര് എന്താ പറയുക, ചികിത്സ തേടിയെത്തുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ മാത്രമല്ല ഈ വിഷയം ഉള്ളത്. പല മെഡിക്കൽ കോളേജുകളിലും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പല ഡോക്ടർമാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് അറിയിക്കേണ്ടവരെ ഇറങ്ങിയിട്ടുണ്ട്. അതെ. ഇപ്പൊ ഇത്രയും ദിവസം അദ്ദേഹം ഇത്രയും നാളുകൾ കയറി ഇറങ്ങിയിട്ട് യാതൊരു നീക്കവും ഒരനക്കവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ഉപകരണങ്ങളൊക്കെ പറന്നു വന്നല്ലോ. അതെങ്ങനെയാണ് വന്നത്? അപ്പൊ അദ്ദേഹം ചെയ്തത് പൊതുസമൂഹത്തിന് വേണ്ടിയാ, അല്ലാണ്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കാശ് വീഴാനല്ല അത് ചെയ്തത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് പ്രീത പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇങ്ങനെ സർക്കാരിനെതിരെ വ്യവസ്ഥയ്ക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ചെയ്യുന്നതിനെ വിമർശിച്ചത് തെറ്റായി പോയി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഒരു തലോടലെങ്കിലും സമൂഹം ഇത്രയും ഇടപെട്ടിരിക്കുന്ന അല്ല, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കാര്യം. മുഖ്യമന്ത്രി ഡോക്ടർ ഹാരിസിന് ഒരു തലോടലെങ്കിലും കൊടുക്കണമെന്നാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ വിമർശിച്ചോട്ടെ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. പ്രജിത നടത്തുന്ന ഒരു സ്ഥാപനം ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ അയ്യപ്പദാസിനെ ഇരുത്തിയെന്ന് വിചാരിക്കുക. അയ്യപ്പദാസിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതെ എന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ കത്തിലൂടെ ചോദിക്കുന്നു, മാഡം ഇന്നതുപോലെ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് കുറച്ച് പേന മേടിച്ച് കൊടുക്കണം, കുറച്ച് പേപ്പർ മേടിച്ച് കൊടുക്കണം, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ഒരു മെയിൽ അയക്കുന്നു, 2 മെയിൽ അയക്കുന്നു, 3 മെയിൽ അയക്കുന്നു, മാഡം തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറയുന്നതാണ്. ദെൻ ഇതിനെ ഞാൻ പിന്നെ എന്തോ പറയാ, ഇപ്പൊ അദ്ദേഹം ചെയ്തത് സാമൂഹ്യ മാധ്യമങ്ങൾ ഞാൻ കുറച്ച് അറിയിക്കേണ്ടവരെ അറിയിക്കുന്നു, കമ്പനിയിൽ വേറെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. അപ്പോൾ അത് ഞാൻ അറിയിച്ചത് തെറ്റാണെന്ന് പിന്നീട് നിങ്ങൾ പറയുകയും, എന്നാൽ അയ്യപ്പദാസെ അത് നിങ്ങൾ ചെയ്തത് ഒരു വശത്തൂടെ ശരിയായി, ഞാനിങ്ങനെ കുറച്ച് ടൂറിലൊക്കെ ആയിരുന്നു, അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു, അതുകൊണ്ടാണ് പറ്റിയത് എന്ന് പറയുന്നത്, അങ്ങനെ പറയാനും സാധ്യത. രണ്ട് വിഷയങ്ങളാണ്. അല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. ഉദാഹരണമാണെങ്കിൽ പോലും ഇതൊരു സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ രണ്ടറ്റത്ത് നിൽക്കുന്ന ഉദാഹരണമാണ് ചേട്ടൻ പറഞ്ഞത്. ശരി ആവട്ടെ. എന്നാലും അദ്ദേഹം ആ പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹം അങ്ങനെ ഇപ്പൊ ഇത്രയും സമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലും എല്ലാവരും മന്ത്രി വരെ സിസ്റ്റത്തിനെതിരെ പറഞ്ഞു. നമുക്ക് ഒന്നുകൂടി ഇതിൽ പറയാനുണ്ട്. ഞാൻ ആ ഭാഗത്ത് തന്നെ നിൽക്കുന്നു. പ്രീത പറഞ്ഞതിനോട് തന്നെ ഞാൻ യോജിക്കുന്നു. ആ തലോടെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളത് അദ്ദേഹം ചെയ്തില്ല. അത് തെറ്റാണ്. മുഖ്യമന്ത്രി പറഞ്ഞതും തെറ്റാണ്. ഞാനത് പിൻവലിക്കുന്നു. തലോടൽ തെറ്റെന്നല്ല, അദ്ദേഹം പറഞ്ഞ ആർഗ്യുമെന്റ് തെറ്റാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പിണറായി വിജയൻ ഇദ്ദേഹത്തിനെ വിമർശിച്ചു, സർക്കാരിനെതിരെ. പിണറായി വിജയൻ ചെയ്തത്, പിണറായി വിജയൻ ആസ് എ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി അതേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഞാനും പറഞ്ഞത്. ആർക്ക് വേണ്ടിയാണ്? അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അത് മന്ത്രി വീണ ജോർജ് ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അംഗീകരിക്കാം, വീഴ്ചകൾ പറ്റി എന്ന് പറഞ്ഞ് അംഗീകരിക്കാം. പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹം ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ സീറ്റിന്റെ ഇതാണെന്ന് പറയുമ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ടെങ്കിൽ, മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ, അത് മാറ്റം വരുത്തുമ്പോഴാണ് ജനങ്ങൾക്കിടയിലേക്ക് മതിപ്പുണ്ടാകുന്നത്. അതല്ലാതെ ഞങ്ങൾക്ക് അതൊന്നുമില്ല, ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് എന്നല്ല പറയേണ്ടത്. ആ രണ്ട് രീതിയിൽ സമീപനം എടുക്കാം. ഈ രണ്ട് രീതിയിൽ ഏത് തരത്തിലുള്ള സമീപനം എടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്. ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞ ആ തുടക്കത്തിൽ ഞാൻ അതാ പറഞ്ഞത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഈ പറഞ്ഞ വ്യവസ്ഥിതിക്കെതിരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ അങ്ങനെ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ആ പറഞ്ഞ ഡോക്ടർ പറഞ്ഞതിൽ സമൂഹം ഇടപെട്ടതിലും കൂടെ അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ഒരു ഭാഗത്ത് തെറ്റാണ്, എന്നാൽ
നിങ്ങളത് പറഞ്ഞത് ശരി കൂടെ ആണ് എന്ന് പറഞ്ഞുകൂടെ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ഒരിക്കലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പറയില്ല, അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ രീതി ആയിരിക്കാം, അദ്ദേഹം പറയില്ലായിരിക്കാം. ശരി ആവട്ടെ, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തെറ്റ്, അത് അവിടെ ആവട്ടെ. അത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഭാഗം തെറ്റ് എന്നല്ല പറഞ്ഞത്. അല്ല, മുഖ്യമന്ത്രിയുടെ ഭാഗമൊന്നല്ല, അദ്ദേഹം സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയാണ്, അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ കഴിയൂ. അപ്പോൾ ഞാൻ അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. ഇതില് ഇന്ത്യൻ നമ്മുടെ ഭരണവ്യവസ്ഥയെ വിമർശിച്ച ഒരു മന്ത്രിയുണ്ട് ഇവിടെ, സജി ചെറിയാൻ എന്നാണ് ആ മഹാന്റെ പേര്. ആ മഹാൻ ഇന്നലെ മറ്റൊരു വേദിയിൽ സംസാരിച്ചത് കേൾക്കണം. ഒരു മന്ത്രി എന്ന പദവിയിൽ ഇരിക്കുന്നതിന് ഒരിക്കലും യോജിക്കാത്ത രീതിയിലുള്ള ശരീരഭാഷയും ഭാഷാ പ്രയോഗവും അദ്ദേഹം നടത്തി. ഒരുത്തൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. ഇങ്ങനെയൊക്കെയാണ് ഒരു മന്ത്രി സംസാരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, അദ്ദേഹം പഠിച്ചതേ പാടുള്ളൂ. അപ്പൊ അദ്ദേഹം ഇന്നലെ സംസാരിച്ചതാണ്. ഒരുത്തൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന മന്ത്രി എന്ത് ഇതാ ചെയ്തിരിക്കുന്നത്? മന്ത്രി ഭരണഘടനയെ വിമർശിച്ച മഹാനാണ് അല്ലേ? എന്നിട്ട് അദ്ദേഹം മന്ത്രി ആയതുകൊണ്ട് സി പി എമ്മിന് വേണ്ടപ്പെട്ട മന്ത്രി ആയതുകൊണ്ട് പിണറായി വിജയൻ എന്ന നേതാവിനെ കോട്ടയത്തും പത്തനംതിട്ടയും അവിടെയും ഇവിടെയൊക്കെ പിടിച്ചു നിർത്തിയത് കൊണ്ട് ആണോ അദ്ദേഹത്തിനെ ഇപ്പൊ വീണ്ടും മന്ത്രിയാക്കിയത്? ഒരു തവണയല്ല 2 തവണയല്ല അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത്. അദ്ദേഹത്തിന് അബദ്ധം പറ്റുകയും അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ചേട്ടൻ പറഞ്ഞതുപോലെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ട്, അതല്ലാതെ അദ്ദേഹം വലതുഭാഗത്ത് ഇടതുഭാഗത്തൊന്നും ഇരുത്തൊന്നുമില്ലല്ലോ. എന്നിട്ട് അമ്മായിയുടെ മോനൊന്നും അല്ലല്ലോ. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഒരു വേള സംശയിക്കേണ്ട ഒരു കാര്യം കൂടി ഇതിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു യാത്ര ഇവിടെ നടത്തിയ സമയത്ത് ഇവിടുത്തെ DYFI SFI അവരുടെ യുവജന സംഘടനകൾ ചെടിച്ചട്ടിയും കൈ കിട്ടിയ കമ്പും ഒക്കെ എടുത്ത് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ ഒരു സംഭവം നമ്മൾ കണ്ടല്ലോ. ഇനി അതുപോലെ അതിനുള്ള ആഹ്വാനമാണോ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? അദ്ദേഹം ഇന്നലെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ആഹ്വാനത്തിലേക്ക് അദ്ദേഹത്തിന് വഴി തടയാനോ, ഈ ഡോക്ടറെ വഴി തടയാനോ, ഡോക്ടർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയായില്ലെന്നോ? ഒരുപക്ഷെ DYFIക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുക, അതിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രി കച്ചകെട്ടി ഇറങ്ങുമെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി കച്ചകെട്ടി ഇറങ്ങുക എന്നല്ല, മുഖ്യമന്ത്രിയുടെ ആഹ്വാനം എന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ തുറന്നു പറച്ചിൽ തന്റെ പ്രൊഫഷണൽ സൂയിസൈഡായി കരുതാം. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രൊഫഷണൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ് പ്രൊഫഷണൽ സൂയിസൈഡ് ആണ്. അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് എന്നുള്ളത് മാത്രമല്ലല്ലോ, അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയിലെ നന്മയെ കാണാതിരിക്കുന്നതിനെ കൂടി ബാധിച്ചുകൊണ്ടല്ലേ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ളത് പറയുന്നില്ല. സിസ്റ്റത്തെ മാത്രം പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി തടിതപ്പി. ആരോഗ്യമന്ത്രിക്ക് പറയാൻ പറ്റാത്തതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സിസ്റ്റം എവിടെ നിന്ന് ഉണ്ടായതാണ്? ആ ഭരണ സംവിധാനം 9 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക. ഈ 9 വർഷമായിട്ട് ഒരു കാര്യവും ശരിയാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഭരിക്കുന്നവരെയാണ് പറയുന്നത്. അപ്പോ പരോക്ഷമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, പരോക്ഷമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയല്ലേ, മന്ത്രി വീണ ജോർജ്. എനിക്കത് പറയാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾ ഊഹിച്ചെടുത്തു, അതല്ലേ പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് അവിടെ ഒരു എന്താ പറയാ, നമ്മൾ പറയില്ല, ഒരു തടയിടേണ്ടത് മുഖ്യമന്ത്രിയുടെ ആവശ്യമായി മാറുന്നുണ്ട്. വീണ ജോർജിന് ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാൻ പറ്റില്ല. അവരൊരു അട്ടർ ഫ്ലോപ്പ് ആണ് എന്നുള്ളത് പൊതുസമൂഹം എന്നേ തിരിച്ചറിഞ്ഞതാണ്. അതെ, അതുപോലെ ഈ ഡോക്ടറുടെ ആ സ്റ്റേറ്റ്മെന്റും അത് അദ്ദേഹത്തിന്റെ സൂയിസൈഡ് ആണെന്ന് പറഞ്ഞാൽ അതും അദ്ദേഹം പറയുന്നത് അത്രത്തോളം ആത്മവേദനയോടെ ആയിരിക്കും. അതല്ലാതെ ഒരു ഡോക്ടർ എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ അതിനെ അങ്ങനെ തന്നെ കാണണം. അത് അവിടെ ഒരു ചെടിച്ചട്ടി കൊണ്ടുള്ള ആക്രമണം അങ്ങനെയൊന്നും ഉണ്ടാകില്ല. കരിങ്കൊടി കാണിക്കാം, ഒരു പക്ഷേ വഴിതടയൽ ഉണ്ടായേക്കാം. അത് DYFIക്കാരുടെ ചോരത്തിളപ്പിന്റെ അല്ലെങ്കിൽ തിന്നിട്ടെല്ലിനിടയിൽ കുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അല്ല, അങ്ങനെയുള്ള ഒരു വഴിതടയലിന്റെ ആവശ്യം പോലും ഇല്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. പക്ഷെ അതിന് ആവശ്യമില്ലാത്ത എത്രയോ സ്ഥലങ്ങളിൽ DYFIക്കാര് കയറി ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ചോറ് കൊടുക്കുന്നത് വലിയ അതല്ല, ചിന്താ ജെറോമിന്റെ ചിന്തയും വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ തീരത്തില്ല.